പക്ഷെ ഈ പറഞ്ഞത് കളവാണ്, അത് പറയലിന്റെ കടമയാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഈ അത് തെളിയിക്കണം. ഞാൻ എന്നാണ് നിനക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോമാടൻ തൊരീക്കത്തിനെതിരെ 3 ക്ലിപ്പ് എന്റേതുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ് ആ ക്ലിപ്പ് എന്ന് ഹാജരാക്കണം. ഞങ്ങൾ കളവ് പറഞ്ഞു എന്ന് പറയല്ല വേണ്ടത്, താങ്കൾ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, കളവ് പറയുക എന്നത് സത്യം പറയുന്നവരുടെ മേലിലുള്ള ആരോപണമാണ്. അന്നും ഇന്നും എന്നും സത്യത്തിന്റെ ശത്രുക്കൾ അഥവാ അഹ്ലുസുന്നയുടെ ശത്രുക്കൾ പ്രയോഗിച്ചത്. ഞാൻ കൊണ്ടുവരാം, ഞാൻ തെളിയിക്കണം എന്നല്ല പറഞ്ഞ് തെളിയിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ കൊണ്ടുവരാം, വിശാലമായി വേണമെങ്കിൽ അത്രയും കൊണ്ടുവരാം. ഞങ്ങളുടെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കൊണ്ടുവരാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ അരുളായിക്കാരൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഞങ്ങൾ പറഞ്ഞ ഒരു കളവിനെയും സ്ഥിരപ്പെടുത്താൻ ഇയാൾക്ക് നല്ല വേറെ ആർക്കും കഴിയില്ല. ഇയാളിപ്പോൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മുടെ ഒരു കളവ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്ന കളവ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രത്യേകം നോട്ട് ചെയ്ത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാണ് തുടക്കം തന്നെ എന്നൊക്കെ പറയുന്ന ആ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് അതിൻ്റെ വസ്തുതയിലേക്ക് ഞാൻ വരാം. വെച്ചു കൊടുക്കും. കുറേയൊക്കെ വരുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വിചാരിച്ചു. കരുളായുള്ള എന്തൊരു സൽമാൻ അസ്ഹരി ഉണ്ട്, അയാളെ ക്ലിപ്പ് നമ്മൾ ഇട്ടിരുന്നു. അയാളെ നമ്മൾ ആദ്യമായിട്ട് എന്തോ പറഞ്ഞതല്ല, ശരിക്കും മനസ്സിലാക്കണം. അയാൾ 2-3 ക്ലിപ്പുകളിലായി നമ്മളെ ചൊറിയാൻ നടക്കുകയാണ്. അദ്ദേഹം പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് 2-3 ക്ലിപ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതികരിക്കാൻ പോയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ മറുപടി പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ കളവാണ്. ഞാൻ അവരെ 2-3 ക്ലിപ്പുകളിലൂടെ നിരന്തരമായിട്ട് ചൊറിയാൻ ചെന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്നെ പരാമർശിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചത് എന്നാണ് ഇപ്പൊ പറയണത്. ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞത് എന്ന് പറയാനല്ല ഞാനിത് പറയണത്. നിങ്ങൾക്കെതിരെ ഞാൻ 1000 വട്ടം പറയാനും എനിക്ക് യാതൊരു പ്രശ്നമല്ല. എനിക്ക് ആയാതി കൂടിയുള്ള ആളൊന്നല്ല ഞാൻ. പക്ഷെ ഈ പറഞ്ഞത് കളവാണ്, അത് പറയലിന്റെ കടമയാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഈ അത് തെളിയിക്കണം. ഞാൻ എന്നാണ് നിനക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോമാടൻ തൊരീക്കത്തിനെതിരെ 3 ക്ലിപ്പ് എന്റേതുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ് ആ ക്ലിപ്പ് എന്ന് ഹാജരാക്കണം. അപ്പൊ എന്താ പറഞ്ഞു വന്ന്? നമ്മുടെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം തന്നെ കളവ് പറഞ്ഞിട്ടാണ് തുടക്കം എന്നാണ്. പിന്നെ അയാളുടേതായ ശൈലിയൊക്കെ ഉണ്ട്, നമുക്ക് ആ ശൈലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ത്വരീഖത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വഴി അത് മഹാനരായ ശംസുൽ ഉലമയുടെ വഴിയാണ്. ശംസുൽ ഉലമ പറഞ്ഞൊരു വഴിയുണ്ട് ഇവിടെ, ആ വഴിയിലാണ് ഞങ്ങളുള്ളത്. ശംസുൽ ഉലമ ദീനീപരമായി മശായിഖിൻ്റെ നിർദ്ദേശത്തിൽ കൈകാര്യം ചെയ്ത് ദീന് സ്ഥിരപ്പെടുത്തിയ ആളാണ്. അതേ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനപ്പുറത്തുള്ള ഒരു കളിയും തൽക്കാലം പെടുന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് ഇവരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വലിയ സംഭവമായി കഴിഞ്ഞ ഖണ്ഡനത്തിൽ കൊണ്ടുവന്നതാണല്ലോ ഇപ്പത്. ഞാൻ പറഞ്ഞിരുന്നു, ഈ കരുളായിക്കാരൻ മൗലവിയെ ഞങ്ങൾ ഇപ്പോൾ ഖണ്ഡിക്കുന്നു. അല്ലെങ്കിൽ മലപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞത്, അദ്ദേഹം നമ്മുടെ വഴിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ 2-3 ക്ലിപ്പുകളിലായി നമുക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ മശായിഖിൻ്റെ അഹ്ലിനെയും മശായിഖിനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജന്മാർ അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയപ്പോൾ അത് നമുക്ക് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, കണ്ടില്ലേ, ഞാൻ അവർക്കെതിരെ പറഞ്ഞു, ഞാൻ അവർക്കെതിരെ നിരന്തരം പറഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ. ഇതൊക്കെ എന്ത് ത്വരീഖത്താണ്? കള്ളത്തരം പറയാൻ പാടുണ്ടോ? എന്തൊക്കെയാണ് ഗീർവാണം? സത്യം പറഞ്ഞ കരുളായിക്കാരനോട് പറയാനുള്ളത്, ബുദ്ധിക്ക് അല്പം കുറവുണ്ടെന്നാണ് തോന്നുന്നത്. മറവി കൂടിപ്പോയിട്ടുണ്ടോ? ജബ്ബാറാജി ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയി സ്ഥാനമേറ്റ സമയമാകുമ്പോൾ ടെൻഷൻ കൂടിയിട്ട് ചിലപ്പോൾ ബുദ്ധിക്ക് കുറവ് വരും. മൂപ്പര് ജയിച്ചപ്പോൾ തന്നെ നിങ്ങളെ കാര്യം അങ്ങനെ ആയിട്ടുണ്ടാവും.
അതുകൊണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ടീമിനോടൊപ്പം കൂടിയപ്പോൾ പറഞ്ഞതൊന്നും ഓർമ്മയില്ലാതായി ഉണ്ടാവും. ചന്നിയായിട്ടുണ്ടെങ്കിൽ എന്നെ ചികിത്സിക്കണം. ഞങ്ങൾ കളവ് പറഞ്ഞു എന്ന് പറയല്ല വേണ്ടത്. താങ്കൾ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, കളവ് പറയുക എന്നത് സത്യം പറയുന്നവരുടെ മേലിലുള്ള ആരോപണമാണ്. അന്നും ഇന്നും എന്നും സത്യത്തിൻ്റെ ശത്രുക്കൾ അഥവാ അഹ്ലുസുന്നയുടെ ശത്രുക്കൾ പ്രയോഗിച്ചത്. ഞാൻ കൊണ്ടുവരാം, ഞാൻ തെളിയിക്കണം എന്നല്ല പറഞ്ഞ് തെളിയിക്കാം. ഞങ്ങൾക്കങ്ങനെ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കൊണ്ടുവരാം, വിശാലമായി വേണമെങ്കിൽ അത്രയും കൊണ്ടുവരാം. ഞങ്ങളുടെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 ക്ലിപ്പുകൾ ഞാനിവിടെ കൊണ്ടുവരാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ കരുളായിക്കാരൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ അടുത്ത് ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സംഘടനാ കാലത്ത് ചതി നടത്തിയിട്ടുണ്ട് എന്നു പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് മറന്നുപോയോ? അത് മറന്നുപോയോ? ആ ക്ലിപ്പ് ഇവിടെ മുഴുവൻ ഓടിയതല്ലേ? നിങ്ങളും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരായ AP വിഭാഗത്തിൻ്റെ ആളുകളും നിരന്തരമായി അതിവിടെ കാണിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ അതിൻ്റെ ക്ലിപ്പിലേക്ക് വരാം, കാണിച്ചു കൊടുക്കുന്നു. ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൗഷാദ് ഹസനി അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് ഹസനിക്ക് വരേണ്ടി വരും. നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പൊ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിനുള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞ, നമുക്കെതിരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഒരു ഭാഗമാണ്. എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പരാമർശിച്ചു പറയുന്നുണ്ട്. വലിയ അബദ്ധവും കളവുമാണ് പറയുന്നത്. വേറെ കാര്യം, ഈ പറഞ്ഞ് താങ്കൾ മറന്നുപോയോ? ഇതെത്ര ആളുകൾ ഇവിടെ ക്ലിപ്പിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്? നേരത്തെ പറഞ്ഞതാ അത്. ഞാൻ കളവ് പറഞ്ഞതല്ല, ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞതാണ്. കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? ഉള്ളതെന്നെ ഇവിടെ പറയാൻ ഇഷ്ടം പോലല്ലേ. കളവ് പറഞ്ഞതാണെന്നതാണ് കളവ്. ഇനി അതിൻ്റെ ശേഷം അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട മറ്റൊരു വിഷയമാണ് സൂഫി ഖവ്വാലി. സൂഫി ഖവ്വാലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രസംഗം നടത്തിയപ്പോൾ അതിനെതിരിൽ മാനന്തവാടിക്കാരനൊരു ഫൈസി വന്നു. അത് വലിയ വേറെ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിലെ ഫൈസി തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലും മറ്റും അപ്ലോഡ് ചെയ്ത ഈ കരുളായിക്കാരൻ മൗലവിയുടെ സംസാരം, അതൊക്കെ അവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതല്ലേ? ഞങ്ങളെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ലേ താങ്കൾ അവിടെ പ്രസംഗിച്ചത്? മറന്നു? അത് അരണൻ്റെ ബുദ്ധിയായോ? AP അബൂബക്കർ മുസ്ലിയാരെ ടീമിൻ്റെ കൂടെ കൂടിയാതാണ്ടാകല്. പേരോടിനെ കണ്ടില്ല, ഐസൽ ഇസ്ലാം വൽ മുസ്ലിമി എന്ന് പറഞ്ഞ് അടുത്ത ദിവസമായപ്പോഴേക്ക് മൂപ്പർക്ക് തന്നെ എന്താ നേരത്തെ പറഞ്ഞെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയായി. ഇതേപോലെ കരുളായിക്കാരനായോ? കേൾപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ അയാൾ കേൾക്കട്ടെ. നമ്മുടെ അബൂത്വാർ ഫൈസി മാനന്തവാടി, ഈ നൗഷാദ് ഹസനി ഒരു ടീം ഈ വാദ്യോപകരണങ്ങൾ വെച്ച് ഹാർമോണിയൊക്കെ വെച്ചിട്ട് പാട്ട് പാടലും അതേപോലെ സിനിമ അഭിനയിക്കലതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അതൊക്കെ ഹലാലാക്കിക്കൊണ്ട് ഒരു 1-2 പ്രഭാഷണങ്ങളിൽ ഇയാളിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് സൂഫിയാക്കൾ മജ്ലിസിൽ ഇത് അനുവദനീയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമാമിങ്ങൾ ഉദ്ധരണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നു. ഈ സൂഫിയാക്കൾ മജ്ലിസിൽ അനുവദനീയമാണെന്നുള്ളത് ഇവർക്ക് ഇതെങ്ങനെ അനുവദനീയാകലെന്നുള്ളത് വേറെ വിഷയം. ഇവരിപ്പോ സൂഫികളാ നേരെ പറഞ്ഞു. ഇവരെന്ത് സൂഫികൾ? ഇതാ സൂഫികൾ, ഇവര് ഞങ്ങൾ സൂഫികളാന്ന് പറഞ്ഞാണ് ഇവരടക്കുന്നത്. അപ്പോ അണങ്ങള് ഷജറയെ തൊട്ടു തുടങ്ങി എന്ന ഹെഡിങ്ങിൽ സുന്ന ഡിബേറ്റ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പം ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നേരത്തെ വന്നിട്ടും
ഞങ്ങൾ അതിനോട് പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനോട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു, പോട്ടെ, അങ്ങനെ എന്തെല്ലാം പറയും എന്ന് കരുതി വിട്ടതായിരുന്നു. പിന്നെയും ഈ വ്യാജന്മാർ അഥവാ AP സമസ്തയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ ഉസ്താദ് ഇന്ന് ഒഴിവാണ്, പലരും അതിൽ നിന്ന് ഒഴിവാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ആവർത്തിക്കുന്നില്ല. അപ്പം ഇദ്ദേഹം ഞങ്ങൾ എന്തോ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു വന്ന് ഇയാൾക്ക് സ്വന്തം ബുദ്ധി ഇല്ലാതായതാ, അരണൻ്റെ ബുദ്ധിയായി പോയതാ. അതുകൊണ്ട് കരുളായിക്കാരാ, താങ്കൾ പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൂട്ടുകാരൻ മാനന്തവാടി ഫൈസി ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും ഒരുപാട് പ്രഭാഷണങ്ങളിൽ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് AP-ക്കാർ അതിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്, നമുക്കെതിരെ കുതിരയേറിയിട്ടുണ്ട്. ഇതൊക്കെ താങ്കൾ മറന്നുപോയോ? പറയണം നിങ്ങൾ. ഇനി അതെല്ലാം ഞാൻ വലിച്ചിടണമെന്ന് പറഞ്ഞാൽ ഫുള്ള് വലിച്ചിട്ട് തരാം, ഇപ്പോൾ അത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കളവ് പറയുന്ന വിഷയമൊന്നുമില്ല. നിങ്ങളുടെ 1-2 തവണ അല്ലെങ്കിൽ 2-3 തവണ ഞങ്ങൾക്കെതിരിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പം ഇതും കൂടി ആയപ്പോഴാണ് വരേണ്ടി വന്നത് എന്ന് പറഞ്ഞത് ഏറ്റവും ഹക്കും സത്യവും സുതുക്കുമാണ്. അതിൻ്റെ രേഖകൾ ഇനിയും വേണമെങ്കിൽ പറയാ, ഇപ്പോൾ ഞാൻ തന്നത് മതിയാകുമെന്ന് മനസ്സിലാക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ ക്ലിപ്പിലൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സൂഫികളാന്നാരാ പറഞ്ഞ്? ഞങ്ങൾ മശായിഖന്മാരെ പിൻപറ്റുന്ന ആളുകളാണ്. സൂഫികൾ എന്ന് പറയുന്നത് മശായിഖിനെ സംബന്ധിച്ചാണ്. ഞങ്ങൾ അവരെ അഖിലാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്ന ഹയാത്തിലുള്ള മശായിഖാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നും ഞങ്ങൾ പറഞ്ഞു. അവർ മശായിഖാണ് എന്നതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കരുളായിക്കാരാ. തൽക്കാലം അതിന് ഈ കാലഘട്ടത്തിൽ ആരാണോ തരേണ്ടത് അവരുടെ എല്ലാം അനുവാദവും അംഗീകാരവും അതിനുണ്ട്. മഹാനരായ ശൈഖ് മടവൂരി ഖദ്ദസല്ലാഹു സിറ, അവരെ പൂർണ്ണമായ അംഗീകാരം. EK ഉസ്താദിൻ്റെ ക്ലിപ്പൊക്കെ ഇടുന്നുണ്ട്. ഓ, മടവൂര് ശൈഖുനാൻ്റെ ആളാന്ന് പറഞ്ഞു പലരും വരും. ചങ്ങായി, അത് AP-നെ കുറിച്ച് പറഞ്ഞതാ, AP-ക്കാരെ കുറിച്ച്. അവരാണ് അവകാശവാദം ഉന്നയിച്ച് വന്നത്. ഞങ്ങളൊന്നും അങ്ങനെ വിശ്വസിച്ചിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പോയി തിരുത്തി. ഇപ്പം ഈ ആ ക്ലിപ്പിട്ട് കിടക്കുക. എന്താ പറ്റിപ്പോയത്? മടവൂര് ശൈഖുനായി ബന്ധമുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് അവരുടെ വഴിയിൽ ഇന്ന് ഹയാത്തിലുള്ള മഹാന്മാരാണ്, അവരിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങളാരും ഔലിയാക്കന്മാരും മശായിഖന്മാരും നിഷേധിക്കുന്നില്ല, നിങ്ങൾ പറയുന്നവരെ അംഗീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതന്നെയാണ് ഏത് കാലത്തും വിരോധികൾ പറയാറുള്ളത്. ഇപ്പം ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞ്? ഞങ്ങൾ ഔലിയാക്കളെ എതിർക്കുന്നില്ല. ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, വഹാബി തന്നെയല്ലേ പറയുന്നത്. യഥാർത്ഥ ഔലിയാക്കളെ ഞങ്ങൾ എതിർക്കണില്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന മടവൂർ ശൈഖ് വലിയല്ല, അല്ലെങ്കിൽ അബുൽ ഹസൻ ഷാദുലി തങ്ങൾ വലിയല്ല റളിയല്ലാഹു അൻഹും. ഇത് തന്നെയല്ലേ എല്ലാ കാലത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ പറയാറുള്ളത്. അപ്പോൾ അത് ഇയാളും ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ കേട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത്, സത്യമായി പറഞ്ഞ ഒരു സംഗതിയെ ഇയാളുടെ അരണബുദ്ധി കാരണം ഇയാളത് കളവാക്കി. ഉത്തരവാദി അയാളാണ്, നമ്മളല്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ, അത് പൊളിഞ്ഞ്.